ഞാൻ ഈ അടുത്തൊരു ആംബുലൻസ് ഡ്രൈവറിനോട് സംസാരിക്കുകയായിരുന്നു. അതിനു മുമ്പ് ഞങ്ങളുടെ ഇതേ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഒരു ശവശരീരങ്ങൾ എടുക്കുന്ന ആ, ഒരു അദ്ദേഹത്തെ കൂടി ഇന്റർവ്യൂ എടുത്തിരുന്നു. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഒരു പാർശ്വവൽക്കരണം, അല്ലെങ്കിൽ ഒരു അവഗണന, അല്ലെങ്കിൽ ഇവർ ആ ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഒരു മാറ്റി നിർത്തൽ അത് അനുഭവപ്പെട്ടതായിട്ട് അവർ പലപ്പോഴും എന്നോട് ആ, സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കണ്ണൻ അങ്ങനെ ആ, എന്തെങ്കിലും? അല്ല തീർച്ചയായിട്ടും നമ്മൾ ഈ അവഗണന ഈ പലരുടെയും ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ട്. ഉം. അതായത് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകൾ 10ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് പൊതുസമൂഹത്തിനുണ്ട്. ഉം. അതായത് ഒരുപാട് പോലീസ് ഇപ്പം ഞാൻ ഈ 8 വർഷം കാലം ജോലി ചെയ്തിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ പോലീസിലുണ്ട്. പോലീസ് സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. എല്ലാ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുമുണ്ട്. എല്ലാവരെയും നമുക്ക് അടച്ചാക്ഷേപിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. വരുന്ന മറ്റുദ്യോഗസ്ഥരുണ്ട്. മോർച്ചറിയിൽ വരുന്ന മറ്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഇടയ്ക്ക് ഒരാളുടെ ഒരു പെരുമാറ്റം, ഉം. അതായത് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി വെറും സെക്യൂരിറ്റിയാണ്, ഉം. അതായത് ചവിട്ടി അങ്ങ് അടച്ചാക്ഷേപിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ച ദിവസങ്ങളുണ്ട്. എന്തായിരുന്നു വിശേഷാൽ സംഭവം? സംഭവം എന്ന് പറയുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും മോർച്ചറിയുടെ ആ ബോഡിയുടെ കസ്റ്റോഡിയൻ പോലീസാണ്. ഉം. അപ്പോൾ പോലീസ് വന്ന് നമുക്ക് ഈ ബോഡി എടുക്കുന്നത് എപ്പോഴും സെക്യൂരിറ്റിക്ക് അത് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. ഉം. മൃതശരീരം ഐഡന്റിഫിക്കേഷൻ ചെയ്യേണ്ടത് ബന്ധുക്കളാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ. പക്ഷെ അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് എന്നെ അങ്ങോട്ട്, നീ ഇവിടെ സെക്യൂരിറ്റി അല്ലേ, തുറയടാ, മോൻ തുറയടാ, ആ രീതിയിൽ ഒരു വളരെ ആജ്ഞാപനം. ആ. ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഇപ്പം ഒരു വ്യക്തി നമ്മളടുത്ത് ഏത് രീതിയിൽ ഇടപഴകുന്നു ആ രീതിയിൽ നമുക്ക് തിരിച്ച് ഇടപഴകത്തുള്ളൂ. അപ്പോൾ പുള്ളി അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാനസികമായിട്ട് തകരുന്നൊരു അവസ്ഥയിലോട്ട് പോകും. അപ്പം അതിന് നമ്മൾ ഓവർകം ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ചെറിയൊരു വൃക്ഷം വരും. ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ ആ ഇഷ്യൂ പിന്നെ അത് സോൾവ് ചെയ്തു. കാരണം അവിടുത്തെ ആ ജനപ്രതിനിധി അടക്കം, കാരണം അവരൊക്കെ നമുക്ക് സപ്പോർട്ടായിരുന്നു. കാരണം ബോഡി ഐഡന്റിഫൈ, കാരണം ഞാനൊരു സുരക്ഷാ ജീവനക്കാരൻ, അത് ആരെ ബോഡിയാണെന്നല്ല, ബന്ധുക്കളാണ് തുറന്നു നോക്കി ഐഡന്റിഫൈ ചെയ്യേണ്ടത്. പക്ഷെ ആ നിമിഷത്തിൽ അവർ നമ്മളെ, അതായത് നീ ഇവിടെ വെറും സെക്യൂരിറ്റി അല്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളങ്ങ് ഒരു മാനസികമായിട്ട് തകരുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. ആത്മാഭിമാനത്തിനൊരു ക്ഷത വെക്കുക. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അവരുടേതായ ഒരു ആ ഒരു ഈഗോ ഉണ്ടല്ലോ. താല്പര്യവും ഇതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു എക്സ് ഓർ വൈ ആരും ആയിക്കോട്ടെ, അത് പബ്ലിക്കിന്റെ മുമ്പിൽ ഒരുപാട് പേര് കൂടി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക്, അതായത് നമ്മളൊരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചെന്ന് ഗുസ്തി പിടിക്കുന്ന, മറ്റേ 10ാം ക്ലാസ് ഗുസ്തിയായിട്ട് അങ്ങനെ കളിയാക്കി പറയുന്നതല്ല, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങളുടെ സെക്യൂരിറ്റിയാണ്, നിന്റെ ജോലിയാണ് എന്നുള്ള രീതിയിൽ അടച്ചാക്ഷേപിച്ച ദിവസങ്ങളുണ്ട്. അത് വളരെയധികം മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അത് പോരാഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന, ഞങ്ങളെ ഈ മോർച്ചറിയിൽ പോലീസുകാർ ഒറ്റയ്ക്കായിരിക്കും ഈ അഴുകിയ മൃതശരീരങ്ങൾ കൊണ്ടുവരുന്നത്, ഉം. അല്ലെങ്കിൽ ട്രെയിൻ തട്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ ആരും ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളും ആ പോലീസ് ഉദ്യോഗസ്ഥരുമാണ്, ചിലപ്പോൾ ആംബുലൻസ് ഡ്രൈവറും കാണും. നമ്മൾ ആൾക്കാരൊക്കെ മാറി നിൽക്കും ഇതിൻ്റെ സ്മെല്ല് ഇതും കാണുമ്പോൾ. അപ്പോൾ നമ്മളാണ് എടുത്ത് ചേമ്പറിൽ വയ്ക്കാനും ഇപ്പം അൺനോൺ ബോഡി ഒക്കെ ആണെങ്കിൽ നമ്മൾ സഹായിക്കാനല്ല നിൽക്കുന്നത്. ഇപ്പം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വളരെ വിഷമമുണ്ടാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ഒരു ജോലി ചെയ്യണതിൽ നമുക്ക് കുഴപ്പമില്ല. ഒരാൾ ഇപ്പം നമ്മുടെ മനസ്സിൻ്റെ ഒരു, എന്താ പറയുക, നമ്മുടെ ഒരു മനസ്സിൻ്റെ ഇതുപോലെ നമുക്ക് പലരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു വൃദ്ധസദനത്തിലെ ഒരു അമ്മയെ നമ്മൾ ആശുപത്രി കിടന്നിട്ട് ഈ മോർച്ചറിയിൽ വെക്കാൻ കൊണ്ടുവരികയാണ്. അപ്പോൾ മകനുണ്ട്, അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം, അവിടുത്തെ അറ്റൻഡർ ഉണ്ട് കൂടെ. ആ ബോഡി അവിടെ കൊണ്ട് വെച്ചപ്പോൾ അയാൾ സ്വന്തം മകനാണ്. ഞാൻ ബോഡി എടുത്ത് വെക്കാന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളി എടുത്ത ഫയൽ വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് വെക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, സ്വന്തം മകനാണ്. മാനസികമായിട്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡെസ്പാവും. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി വായിച്ചു, കാരണം നമ്മളൊരു മൃതശരീരമാണ്, പ്രായമായ അമ്മയോ അച്ഛനോ ആണ്, അത് കുറെ നമ്മൾ മൈൻഡിൽ പെട്ടെന്ന് ഇതാവും. കാരണം സ്വന്തം അമ്മയുടെ മൃതശരീരം ഒന്ന് എടുത്ത് മാറ്റി വെക്കാൻ പോലും ഒരു മകൻ തയ്യാറാവുന്നു. മടിക്കുന്നു. ഞാൻ ആ ബോഡി നമ്മൾ തന്നെ എടുത്തു വെച്ചു. പിറ്റേ ദിവസം പുള്ളി ഒന്ന് റിലീസ് ചെയ്ത് പോയി. പക്ഷേ അങ്ങനെയൊക്കെ ഒരുപാട് ദുരനുഭവങ്ങൾ. പിന്നെ
ഇപ്പോൾ മോർച്ചറിയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഈ പല മൃതശരീരം മുമ്പ് ശരീരത്തിൽ ചിലപ്പോൾ ഒരു സ്മെല്ലുണ്ടാവും. ഇടപഴകുന്നതിന്റെ ആ കാരണം. ഇടപഴകണം നമ്മൾ ചിലപ്പോൾ ഡീകമ്പോസ്റ്റ് വരുമ്പോൾ എടുത്തു കൊടുക്കുമ്പോൾ അപ്പോൾ അതുമല്ല നമ്മളല്ലാതെ വെളിയിൽ നിന്ന് വന്നിരുന്നാലും കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അവിടുത്തെ ജീവനക്കാരനായതുകൊണ്ട് നമ്മുടെ ശരീരത്തിലൊരു മണം വരും. ആ മണത്തിനെ പോലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ കളിയാക്കിയെന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. കാരണം ഞാനായിരുന്നാലും എങ്ങനെയായിരിക്കും താങ്കളായിരുന്നു അവരുടെ ഒരു കളിയാക്കലുകള്? കളിയല്ല, ചെന്ന് കയറുമ്പോൾ മോർച്ചറി എന്ന് പറയുന്നതിന് ദേഹം നാറുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഞാനായിരുന്നാലും താങ്കളായിരുന്നാലും നാളെ രാവിലെ, ഇന്നിപ്പോൾ രാത്രി നമ്മൾ ചെന്ന് കിടന്ന് ഉറങ്ങി നാളെ രാവിലെ എണീക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു കാലഘട്ടമാണ്. തീർച്ചയായും. എനിക്കും സംഭവിക്കാം, താങ്കൾക്കും സംഭവിക്കാം, മറ്റൊരാൾക്കും സംഭവിക്കാം. പക്ഷേ അതിനെ നമ്മളിങ്ങനെ ജോലി കയറി വരുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ, ഈ കയറി വരുമ്പോൾ നിന്നെ നാർന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു, ഏത് രീതിയിൽ പറഞ്ഞിരുന്നാലും ഒരു മാനസിക വിഷമം. അത് നമുക്ക് മാനസികമായിട്ട് ഹെർട്ട് ചെയ്യും. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്താ പറയണ്ടേ, ഇവിടെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ചില കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങ് എന്താ പറയാ, നമ്മുടെ ഇതൊക്കെ ഒഴിവാക്കുകയാണ്. ജീവിതത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് നമ്മളൊക്കെ ഒഴിവാക്കി പോകുന്നു. ഒരുപാട് തരത്തിലുള്ള മൃതശരീരങ്ങളുമായിട്ടും കൂടി ഇടപഴകേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ ഈ ജോലിയുടെ തീർച്ചയായിട്ടും. പരിസരവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ. അപ്പം അതിനകത്ത് ഇപ്പം ഞാൻ ആലുവയിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ അതിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയുടെ മൊത്തത്തിലുള്ള കവറേജ് ചെയ്തൊരു ഫോട്ടോഗ്രാഫർ പിന്നീട് എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തിന് ഒരു 3-4 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തൊടാൻ പേടിയാണ് പിന്നീട്. ആ കുട്ടിയുടെ ടച്ച് വരുമ്പോൾ ഓർമ്മ നേരെ പോകുന്ന ഈ ഡെഡ് ബോഡിയിലേക്കാണ്. ആ രീതിയിലുള്ള ആക്രമിക്കപ്പെട്ട സ്ത്രീ ശരീരങ്ങൾ കാണുക, കുട്ടികളുടെ ശരീരങ്ങൾ കാണുക, ഇതുണ്ടാക്കുന്ന ട്രോമ എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. കാരണം ഒരുപാട് കുഞ്ഞുങ്ങളുടെ ബോഡി വരുമ്പോൾ മാനസികമായിട്ട്, കാരണം ഞാൻ എന്ന വ്യക്തി മാത്രമല്ല, എല്ലാവരും നമ്മുടെ ആ ഒരു മോർച്ചറിയുടെ അവിടുത്തെ എല്ലാ ടീമിനും കുഞ്ഞുങ്ങളുടെ ബോഡി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ജനിച്ചപ്പോൾ തന്നെ, അതായത് നമ്മുടെ ഈ ലോകം എന്തെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു 12 വയസ്സ് മുതലുള്ള കുട്ടികളിൽ, 12 വയസ്സിനും 18 വയസ്സിനും ഇടയിലൊക്കെ ഇപ്പം ഒരുപാട് ആത്മഹത്യ ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു വർഷം തന്നെ എനിക്ക് ഇപ്പം എന്തുമാത്രം കുട്ടികൾ 12 വയസ്സിന് മുകളിലോട്ട് 18 വയസ്സിന് താഴെ സൂയിസൈഡ് ചെയ്ത് മോർച്ചറിൽ വന്നിട്ടുണ്ടെന്നറിയാം. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത് പലരുടെയും ഒറ്റ മക്കളൊക്കെയാണ് മരണപ്പെടുന്നത്. ആ അച്ഛനോ അമ്മയോ അവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളു പിടയും. കാരണം ഒരു 12 വയസ്സ് വരെ ഒരു മകനെയോ മകളെയോ ഒരു അച്ഛനും അമ്മയും എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മളുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ആദ്യത്തെ ആ ഒരു ഫ്ലാഷ് ന്യൂസിൽ ഒതുങ്ങിപ്പോവുകയാണ് ആ വാർത്തകൾ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അവിടുത്തെ മോർച്ചറിയുടെ ജീവിതത്തിൽ നിന്ന് പറയുന്നതാണ്. കാരണം ഈ 12 വയസ്സ് മുതലുള്ള കുട്ടികൾ മരണപ്പെടുമ്പോൾ ഇതേ കണക്ക് ഫ്ലാഷ് ന്യൂസ് എഴുതി കാണിക്കാം. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ പൊതുസമൂഹവും മുഖ്യധാരാ മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയോ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നോ അന്വേഷിക്കുന്നില്ല, ഒരു ചർച്ച നടത്തുന്നില്ല, അത് പൊതുസമൂഹത്തിനിടയിൽ ഒരു ചർച്ചയായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് എല്ലാവരും, താങ്കൾ ഉൾപ്പെടെയുള്ള സംവാദത്തിനുള്ള ഒരു വിഷയമാണത്. താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഇത് ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഞാൻ പറഞ്ഞില്ലേ, കാരണം നമ്മളെ ഈ കുഞ്ഞു മക്കളെ കൊണ്ടുവരുമ്പോൾ, ഇപ്പം എനിക്കുമുണ്ട് ഒരു മകള്, നിസ്സാര കാര്യങ്ങൾക്കൊക്കെയാണ് കുഞ്ഞുങ്ങളൊക്കെ ഓരോ സൂയിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഓർമ്മയിൽ വരുന്ന ആദ്യ സംഭവം ഏതാണ്? ആദ്യമായി അങ്ങനെ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നപ്പോഴാണ്? അല്ല, ആദ്യമായിട്ട് നമ്മൾ ഒരുപാട് ഈ 12 വയസ്സായ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഒരു 4 വയസ്സായ കുഞ്ഞ് അബദ്ധത്തിൽ എലിവേഷൻ, അത് ഇവിടെ ഒന്നും അല്ല, ഒരു വടക്കൻ കേരളത്തിൽ നിന്ന് ട്രീറ്റ്മെന്റിനായി വന്ന് ലാസ്റ്റ് ഇവിടെ മരിച്ചാണ്. അതൊരു ചെറിയൊരു അശ്രദ്ധയാണ്. 3 വയസ്സായ കുഞ്ഞിന് പോയിസൺ
എലിവേഷൻ നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഇല്ലേ, ഉം. അതാണെന്ന് വിചാരിച്ച് മറ്റേ എലിവേഷത്തിൻ്റെ ഇത് എടുത്തു കഴിച്ചു. എടുത്ത് കഴിച്ചു. അങ്ങനെയൊക്കെ അവിടെ നിന്ന് ഇത്രയും ദൂരം വരെ വന്നു. ട്രിവാൻഡ്രം SIT വരെ വന്ന അങ്ങനത്തെ കേസുകൾ വരെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒട്ടുമിക്ക കേസുകൾ കാണുമ്പോഴും ആ അച്ഛൻ്റെ അമ്മയുടെ മാനസികാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ട് കാരണം ഞാൻ ഇപ്പം എന്താ പറയണ്ടേ, ഞാൻ ഈ ഒരുപാട് പേരുടെ അടുത്ത് നമ്മൾ പോലീസുകാർ സാറേ എന്ത് ചെയ്യും കാരണം അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ ചോദിക്കാറുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ടു വരുന്ന ഇൻക്വസ്റ്റ് നടത്തുന്ന പോലീസുകാരുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കണം, പൊടി കുഞ്ഞുങ്ങളൊക്കെ. അപ്പോൾ അവർ വരുമ്പം പറയും, കാരണം ഇത് എങ്ങനെ സഹിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മാനസികാവസ്ഥ ഒരിക്കലും നമുക്കിനി എന്തുണ്ടെന്ന് പറഞ്ഞു തന്നാലും അതിനെ എന്താ പറയണ്ടേ, അതുമായിട്ട് താരതമ്യം ചെയ്യാനേ പറ്റത്തില്ല.